രാജ്യത്തിന്റെ ബഹിരാകാശ പ്രതിരോധ സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറക് നൽകിയ കർമ്മയോഗി ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ മനുഷ്യൻ എന്ന വിശേഷണത്തിൽ നിന്നും ഭാരതത്തിന്റെ രാഷ്ട്രപതി പദവിയിലേക്ക് ഉയർന്ന വ്യക്തിയായിരുന്നു അബ്ദുൽ കലാം. ജീവിതത്തിലുടനീളം പുലർത്തിയ ലാളിത്യമായിരുന്നു അബ്ദുൽ കലാമിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ സ്മൃതി ദിനത്തിൽ ആ ഓർമ്മകളിലൂടെ 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം എന്ന അവുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാമിന്റെ ജീവിതം ഇല്ലായ്മകളെ അഗ്നിച്ചിറകുകളാൽ അതിജീവിച്ച വിജയഗാഥയായിരുന്നു. രാമേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയായ പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയും പിതാവായ ജൈനുലബ്ദീനും തമ്മിലുള്ള സൗഹൃദത്തിൽ നിന്ന് മതമൈത്രിയുടെ ഇഴയൊടുപ്പം അബ്ദുൽ കലാം ചെറുപ്രായത്തിലെ തൊട്ടറിഞ്ഞു. കക്കപെറുക്കിയും പത്രം വിതരണം ചെയ്ത് നടന്ന പ്രഭാതങ്ങളിൽ നിന്ന് ജീവിതം സതീഷ് ധവാനിലേക്കും വിക്രം സാരാഭായിലേക്കും അവിടെ നിന്ന് ബഹിരാകാശത്തിന്റെ അനന്തവിസ്മയങ്ങളിലേക്കും എത്തിയ സ്വപ്നതുല്യമായ ജീവിതയാത്ര. തന്റെ ജീവിതവും ഹൃദയവും എന്നും സാധാരണക്കാരന് വേണ്ടി തുറന്നിട്ട വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാമിന്റേത്. 2002 ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി മുൻകൈയെടുത്താണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അബ്ദുൽ കലാമിനെ തെരഞ്ഞെടുത്തത്. രാജ്യത്തിന്റെ ഭാവി തലമുറയെ ഒരു അധ്യാപകന്റെ കരുതലോടെ അദ്ദേഹം സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ഭാരതത്തിന്റെ മിസൈൽ മാൻ എന്ന വിശേഷണത്തിന് പിന്നിൽ സഹനത്തിന്റെയും നേട്ടങ്ങളുടെയും വലിയൊരു പട്ടിക കൂടിയുണ്ട്. 2007 രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അധ്യാപനത്തിലും പ്രസംഗത്തിലും എഴുത്തിലും മുഴുകി. താൻ ഇഷ്ടപ്പെട്ട സംവാദത്തിലൂടെ കുഞ്ഞുകുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഒരുപോലെ കടന്നുകയറിയ ആ മനുഷ്യനിലേക്ക് മരണം ആകസ്മികമായി കടന്നുവന്നതും അത്തരമൊരു വേദിയിൽ വെച്ചായിരുന്നു. 2015 ജൂലൈ 27 ഷിലോങ്ങിൽ ഒരു പ്രഭാഷണ പരിപാടിക്കിടെ ഹൃദയാഘാതത്താൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ഡോക്ടർ അബ്ദുൽ കലാം വിട പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ജനം.